അളിയാ നമ്മളെ വീട് സെറ്റ വീട് തന്നെ അല്ലേ അളിയാ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ വീടിന് എന്തുമാത്രം ഫാൻസ് ഉണ്ടെന്ന് അറിയാമോ? ഒറ്റ ഫോട്ടോ ഇട്ടാൽ മതി, എനിക്ക് ഒരു 10-20 ഫോളോവേഴ്സെങ്കിലും കൂടും. അതാണ് സംഭവം. നീ ഇപ്പോഴാണ് അറിയണേ. എടാ, ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങണതിന് എത്രയോ നാൾ മുമ്പ് നമ്മുടെ ഈ പ്ലാവിലെ വീടിന്റെ ഫാൻസ് ഉണ്ട്. സംഭവം വീട്ടുകാരെ കൊണ്ടൊരു ഗുണമില്ലെങ്കിലും വീട് അടിപൊളി. അതെന്തൊരു സംസാരം ചേട്ടത്തി? നമ്മുടെ കുടുംബക്കാർക്ക് എന്ത് കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല. ഇത് ശരിയാവില്ല, ഒട്ടും ശരിയാവത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ അനിയ ഒരു പാഴ്മരമായിട്ട് കുറച്ച് നാളായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ജില്ലയും പൂക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഓടി ചേട്ടാ രണ്ടെണ്ണം എടുത്തു. പിന്നെ അല്ലാതെ വേറെ ആർക്കാണ് ഈ വീട്ടിലൊരു കുറവ്? കുറവൊന്നുമില്ല അളിയാ, കുറച്ച് കൂടുതലാണെന്നെങ്കിലേ ഉള്ളൂ. ഭയങ്കരക്കാണെങ്കിൽ കുറച്ച് ക്ഷീണം കൂടുതൽ. അച്ഛനാണെങ്കിൽ കുറച്ച് നള്ളു കൂടുതൽ. ഓഹോ, അപ്പൊ എനിക്കാ? അതിപ്പോൾ അതിനെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങനെ പറയുക. ഓ അല്ല, നീ പറ, ഞാൻ കേക്കട്ടെ. വേണ്ട, പറയടാ. നമ്മൾ വെറുതെ തമാശ പറഞ്ഞല്ലേ? തമാശ ഒന്നും അല്ല ചേട്ടാ, ഇവരുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെ തന്നെ. നമ്മുടെ ഫാമിലി ഒരു പാഴ് ഫാമിലി എന്ന് ഇവരൊക്കെ വിചാരം. അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഫാമിലി എന്താണ് മലമറിച്ചിട്ടുള്ളത്? അല്ല, നമ്മളെ ഫാമിലിക്ക് തള്ളി മറപ്പില്ല, അതുകൊണ്ട് നമ്മൾ കുടുംബ മഹിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറും ഇല്ല. അളിയന്റെ ഫാമിലിയെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും വേണ്ട. നമ്മുടെ അമ്മയുടെ ഫാമിലി തന്നെ ആണല്ലോ അളിയന്റെ. പിന്നെ നിന്റെ ഫാമിലി ആട്ടുംകുട്ടിയെ കറണ്ട് എടുപ്പിച്ച് വന്ന പാരമ്പര്യമല്ലേടി നിന്റെ ഫാമിലിക്കുള്ള. പിന്നെ പോരാത്തതിന് ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പൈസ കൂട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ അതിന് വീട്ടുകാരെ വെറുതെ എന്തെങ്കിലും ഓർന്ന് പറയുന്നത്? അങ്ങനെ കുടുംബത്തുകാർ തമാശ കളിക്കണ്ട. ഓടെ നിങ്ങളെ ഗോത്രം തന്നെ വലിയ ഗോത്രം. അത് പശുവിന്റെ മൂത്രമല്ലേ? അത് ഗോമൂത്രം, ഇത് ഗോത്രം. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ മാത്രമേ പാഴായി പോയിട്ടുള്ളൂ. ചേച്ചി വാച്ചി നമുക്ക് പോ. പാഴായിപ്പോയി? ആര് പാഴായിപ്പോയി? എടാ ചെറുക്കം, നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരൊക്കെ പോയിട്ട് എന്നെ അടുത്ത് ചോദിക്കണം, അപ്പൊ ഞാൻ പറഞ്ഞു തരും. പിന്നെ അല്ലാതെ എന്റെ വായിന്ന് അറിയാതെ വീണ പോയില്ലേ ചേട്ടാ? അറിയാതെ വീണു. ജയിച്ച് കയറല്ലേ എന്നാടാ, ജയിച്ച് കയറല്ലായിരുന്നു നമ്മള്. അടിച്ച് കയറി തരുന്ന ഞാൻ പക്ക അവിടെ നിന്ന് മുന്നിൽ. ഇനി ശ്രദ്ധിച്ചോളാം. ഞാൻ ഓർത്തില്ലത്. നമുക്ക് കൊടുക്കാം. നമുക്ക് എന്തിനാ പേടിക്കുന്നേ? നമുക്ക് എന്താ പേടിക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കൊടുക്കാമല്ലോ, നമുക്ക് കഴിവുണ്ടല്ലേ. എടാ ഇങ്ങ് വന്ന് ഞാൻ പറയട്ടെ. പറ. എടാ ഗോത്രം എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഗോത്രം എന്ന് വെച്ചാ പശുവിന്റെ മൂത്രം. അപ്പം പശുവിന്റെ മൂത്രത്തിന് എന്ത് പറയുന്നേ? പശുവിന്റെ മൂത്രത്തിന് ചാണകം എന്ന് പറയും. എടി ഈ കൊച്ചിന് ഈ ആപ്പിൾ മുറിക്കുന്നല്ല, നിനക്ക് ഈ അടുക്കളയിൽ എന്തിനെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? അമ്മ ഞാൻ ചെയ്താൽ തെറ്റി പോവമ്മേ. അത് മാത്രല്ല, ഇതൊക്കെ കുറച്ച് വാസനയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. പിന്നെ എന്തിനാന്ന് വായും പൊളിച്ച് കുത്തിയിരിക്കുന്നോ എപ്പോഴും? അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടായി വരുന്നു കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്താലോ. ഓ, നിനക്ക് അത്ര സംശയം നീ കഴിക്കണ്ടടി. സംശയമാന്ന് ഞാൻ പറഞ്ഞല്ലോ ലളിതാമ്മേ. അങ്ങോട്ട് പനി എടുക്ക, അങ്ങോട്ട്. ലളിതാമ്മയുടെ കാര്യം. അച്ഛമ്മേ, അച്ഛനും അമ്മയും വീണ്ടും അടുത്ത് സ്പ്ലിറ്റ് ആയി. എന്തിന്? കുടുംബ മഹിമ പറഞ്ഞിട്ടാണ് അടിയായത്. ശിവമാമനും അമ്മയും ഒരു സൈഡ്, അച്ഛനും ചിറ്റപ്പനും വേറെ സൈഡ്. ശിവനുണ്ടോ? ചിറ്റപ്പ പറഞ്ഞ ശിവന്റെ കുടുംബത്തെ പറ്റി അവരെന്തോ പറഞ്ഞു? എന്തേ അച്ഛമ്മ ശിവമാമന്റെ സൈഡാ? പിന്നെ അങ്ങനല്ലേ വരുള്ളൂ. ശിവേട്ടനും അമ്മയും ഒരു കുടുംബം അല്ലേടി പൊട്ടി. ഓ അത് ശരി. അപ്പൊ അച്ഛമ്മ ശിവമാമന്റെ ടീമിലല്ലേ? ടീമോ? എന്ത് ടീം? മിണ്ടായിരുന്നോണം കേട്ടാ. ദേ അവിടെ ചെന്ന് ടീം കൂടാനൊന്നും നിന്നേക്കരുത്. ഇനി അങ്ങേര് പണങ്ങി എങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കുടുങ്ങും. ഞാൻ കുറച്ച് നാളും കൂടെ അമ്മ ഇവിടെ പണി എന്നും കണ്ടോണ്ട് നിന്നോട്ടെ അമ്മ, പ്ലീസ്. ഞാനൊന്നും ഇടപെടാൻ പോകുന്നില്ലേ. കാര്യം എന്താണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കാര്യം എന്താന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ശിവമാമനും അമ്മയും കൂടി ചിറ്റപ്പനും അച്ഛനും നന്നായിട്ട് കളിയാക്കി ആട്ടി വിട്ടിട്ടുണ്ട്. ആണോ? അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണേലും കളിയാക്കാൻ തോന്നിയല്ലേ. ഞാൻ എന്തായാലും പോയിട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ആക്കിയിട്ട് വരാം. റിസ്ക് എടുക്കാൻ പറ്റൂല. എടി കൊച്ചേ, ആ പാത്രം ഒന്ന് കഴുകി വെച്ചേ. എനിക്ക് പഠിക്കാണ്ട്, എനിക്ക് നാളെ ടെസ്റ്റ് പേപ്പറാ. നീ അത് കഴിഞ്ഞ് പഠിച്ചാ മതി. ആ പാത്രം കഴുക. ഞാൻ കൊച്ചല്ലേ അച്ഛമ്മ. നീ കൊച്ചോ? നിന്റെ പ്രായത്തിൽ ഞാൻ കാട്ടിന്ന് വിറക് വെട്ടിക്കൊണ്ടുവന്നായിരുന്നു തീ കത്തിക്കുന്ന. അറിയോ നിനക്ക്? ഏത് കാട്ടില്? കാട് പോലെ വീടിന്റെ പുറകിന്ന്. അതിന് അച്ഛമ്മക്ക് വിറക് വെട്ടാൻ അറിയില്ലല്ലോ. എന്റെ അച്ഛൻ വെട്ടി വെച്ചിരുന്ന വിറക് ഞാൻ കൊണ്ടുവന്ന് കത്തിക്കുമായിരുന്നു. ഓ, എന്നിട്ടാണ് കാട്ടിൽ പോയിട്ട് വിറക് വെട്ടിന്ന് പറഞ്ഞു വെറുതെ തള്ളാനായിട്ട്. ഇത്രയൊക്കെ നീ അധിക പ്രസംഗം പറയണ. ആ പാത്രം ഒന്ന് കഴുകി വെക്ക. വീട്ടിലെ പെമ്പിള്ളേരെ പണിയെടുക്കാനോ ഒരു താല്പര്യവും ഇല്ലല്ലോ ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെ വെട്ടി കളച്ചോണ്ട് ഇങ്ങനെ നിന്നോ? അവിടെ മരുമോളും മരുമോനും കൂടെ കുടുംബക്കാരെ മൊത്തം കളിയാക്കിയിട്ട് പോയി. കളിയാക്കിയിട്ട് പോയിന്നാ? അതെന്തിന്? അച്ഛനും അച്ഛൻ്റെ മക്കൾക്ക് 10 വയസ്സിലെ വിവരം ഇല്ലെന്ന് അവർ പറയുന്നത്.
അങ്ങനെ പറഞ്ഞാടേ? അങ്ങനെ തീർത്ത് പറഞ്ഞില്ല, അവരുടെ നോട്ടത്തിലും സംസാരത്തിലൊക്കെ അതുണ്ടായിരുന്നു. ആ യവൻ വല്ല വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവൻ പറയണതിന് മുമ്പേ അവർ ആക്ഷേപിച്ചിട്ടൊക്കെ അവർ പോയി. എടേ, എന്നാലും നമ്മുടെ കുടുംബത്തിലെ മിടുക്കന്മാരില്ലെന്ന് അവർക്ക് തോന്നാൻ കാര്യം എന്താണ്? എന്നെ പോലെ ഒരു മിടുക്കൻ ഇവിടെ മരം പോലെ നിൽക്കുമല്ലേ? എന്റെ പൊന്നെ തള്ളു, ഞാൻ പോവാ. അച്ഛാ, അച്ഛൻ്റെ പ്ലെയിൻ പറത്തൽ കഥകളിൽ ചില ലോജിക് പ്രശ്നമുണ്ടെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട്. ഉണ്ടോ? ആ കണ്ടിന്യൂറ്റി പ്രശ്നം. എടാ, അതിങ്ങനെ ഒരുപാട് വർഷങ്ങളായില്ലേടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇച്ചിരി സ്പീഡൊക്കെ കൂടിയെന്നിരിക്കും കേട്ടോ. എടേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തേക്ക് ലോജിക്കൊക്കെ ആരടെ നോക്കുന്നത്? ഇനിയിപ്പോൾ അച്ഛൻ അതിൽ പിടിച്ച് തൂങ്ങണ്ട. നമ്മളെല്ലാവരും ഇവർക്ക് പൊതുവെ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് നമുക്ക് അച്ഛൻ്റെ കാരണവന്മാരെ പൊക്കാം. അവർ മിടുക്കന്മാരാണെന്ന് തെളിയിച്ചാൽ പോരെ? ആ ഇനി അതേ ഉള്ളു വഴി. എടാ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മുടെ കുടുംബത്തിലെ ഏതാണ്ടെല്ലാം ഒരേ ലെവൽ പോലെ തന്നെ. തേഞ്ഞ് ഈ സുബേഷിനെ കാണുമ്പോഴേ എൻ്റെ ഒരു അപ്പൂപ്പനെ ഓർമ്മ വരും. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അച്ഛൻ്റെ അടി നമുക്ക് നൈസായിട്ട് കടമെടുക്കാം. എന്നിട്ട് അച്ഛൻ്റെ കാരണവന്മാർ മാടയാണ് കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി അങ്ങ് മറിക്കാം. അവരെന്തായാലും കണ്ടുപിടിക്കാൻ പോകുന്നില്ലല്ലോ. ഇനി അതേ ഒരു വഴിയുള്ള അച്ഛാ. അല്ലെങ്കിൽ കാലാകാലം ഇവരുടെ പുച്ഛവും സഹിച്ച് നമ്മളിവിടെ ജീവിക്കേണ്ടി വരും. എടാ, അല്ലെങ്കിലേ നമ്മളെ മിടുക്കന്മാരാണെന്ന് തെളിയിച്ചാ പോരെ? ഒന്ന് ചുമ്മാതിരിക്കണോ വെച്ചാ? ഗോത്രവും ഗോമൂത്രവും തിരിച്ചടഞ്ഞു കൊടുത്താവന്മാരാണ് കൂടെ നിൽക്കണേ. ഗോമൂത്രോ? അതെന്ന് തോന്നുന്നു. അതൊക്കെ വലിയ കഥയാണ്, പറഞ്ഞുതരാം. മൂത്രക്കഥയാ, പിന്നെ പറയാം. ഗോത്രം പറഞ്ഞിട്ടില്ല. മനസ്സിലായ വല്ലതും എല്ലാം പറഞ്ഞത്? മനസ്സിലായി. എന്ത്? ആ, അതന്നെ. അത്ര വലിയ ചൊറിയൊന്നും ഇല്ലടി. ഞങ്ങൾ ഒരസി ഞാൻ കിട്ടും. ആ അത്രയും മതി. എന്റെ വീട്ടുകാരെ അല്ല ശിവേട്ടന്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കണം, അതാണ് എന്റെ ആഗ്രഹം. നിന്റെ വീട്ടുകാരെ എന്റെ വീട്ടുകാരല്ലേടി? ആ അത് തന്നെ സുന്ദര. എടാ ശിവ, അവരെന്തോടാ നമ്മുടെ ഫാമിലിയെ പറ്റി പറഞ്ഞ? നമ്മുടെ ഫാമിലിയോ അമ്മേ? ഇതാണ് നമ്മുടെ ഫാമിലി. എന്റെ മെയിൻ ഫാമിലി ഇതല്ലല്ലോ. എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങിയത് എന്റെ മെയിൻ ഫാമിലി. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ എന്താ വഴിപോക്കരോ? അങ്ങനൊന്നുമില്ല. എന്നാലും എന്റെ കാരണവരെ പറഞ്ഞ എനിക്കുള്ളൂ. അതുവിട്. അവരെന്തോടാ നമ്മുടെ ഫാമിലിയെ പറ്റി പറഞ്ഞു? അവരങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. എങ്കിലും നമ്മളെ ഫാമിലിക്കാർ ഇവിടെ എന്തോ നമ്മളെ മറച്ചു, അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിച്ചു. നിനക്ക് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ? ചരിത്രം എന്തോ ചരിത്രം? അച്ഛനൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ നിനക്ക്? അച്ഛ ഒരു മടിയനല്ലേ? അച്ഛനൊന്നും പറഞ്ഞു. അപ്പച്ചി പറഞ്ഞ നിനക്ക് ഈ പഴശ്ശിരാജ ആരാന്നറിയോ? പിന്നെ ആരാ? മമ്മൂട്ടി. മമ്മൂട്ടി എന്തുവാ ചേട്ടാ? നീ ചിരിക്കുന്നുണ്ടല്ലോ, എന്നാ നീ പറയടി. ആ എനിക്കറിയാം. ആരാ? മറ്റേ പുള്ളി, മറ്റേ വേലുത്തമ്പി തളവ, മറ്റേ വിളംബരമൊക്കെ നടത്തി. കഷ്ടം, ഈ ഫാമിലിയിലെ എല്ലാരും ഇങ്ങനെയായിരുന്നു. അത് തന്നെ അപ്പച്ചി. ഒരൊറ്റ ഒരെണ്ണം ഇല്ല മരുന്നിന് എടുക്കാനായിട്ട് ഓ ബുദ്ധിയുള്ളൂ. പിന്നെ ഇയാൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ. എനിക്കറിയാടി. ഓ എന്നാ പിന്നെ പറ. ബ്രിട്ടീഷുകാർക്ക് ഒരു പട ഒരു രാജാവായിരുന്നു പഴശ്ശിരാജ. കറക്റ്റ് അല്ലേ? കറക്റ്റ്. പക്ഷെ ആ പഴശ്ശിരാജ ആരാന്നറിയോ നിനക്ക്? പിന്നെ ആരാ? മമ്മൂട്ടി. മമ്മൂട്ടിയെ വിട്. പഴശ്ശിരാജൻ നമ്മുടെ ആരായിരുന്നു നിനക്കറിയോ? നമ്മുടെ അതെനിക്കറിഞ്ഞൂടാ. ആ എന്റെ അപ്പൂപ്പന്റെ വല്യപ്പന്റെ ഇളയമ്മയുടെ അനുജത്തിയുടെ, എന്റെ തെറ്റി, അപ്പൂപ്പന്റെ മാമന്റെ എന്റെ അമ്മയ്ക്ക് വല്ലതും അറിയോ? ബന്ധുവായിരുന്നടാ. എന്തോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ യേശു ക്രിസ്തു വരെ നമ്മളെ ബന്ധുവായിരുന്നു. അത്ര അകന്ന ബന്ധമൊന്നുമല്ല. നീ എന്റെ ആങ്ങളെ വിളിച്ചു ചോദിക്കും നിന്റെ അച്ഛനെ, പറഞ്ഞു തരും. അതെ, നിങ്ങളിപ്പോ ഇതിന്റെ പേരിൽ അടിയിടാൻ പോവാണോ? പഴശ്ശിരാജ ആരാന്ന് മനസ്സിലായില്ലേ? പോരെ. അങ്ങനെ അടിയിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ കുടുംബക്കാരെ എത്ര മോശമല്ലോ തെളിയിക്കണം, അത്രേ ഉള്ളൂ. അപ്പച്ചി അപ്പച്ചി നമുക്ക് അച്ഛനെ വിളിച്ച് ചോദിക്കാം മമ്മൂട്ടി ആരാണെന്ന്. അല്ല പഴശ്ശിരാജാവ്. നീ വാടാ. അമ്മ. ഓ ഞാൻ ഈ വീട് വിട്ട് പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്.